അത്യുന്നതനായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം ആവർത്തന പുസ്തകം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ ഇസ്രായേലിനോട് നൽകിയ അവസാന സന്ദേശത്തിൻ്റെ അടിസ്ഥാന ഭാഗമാണ് ആവർത്തനം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ. ഈ അധ്യായങ്ങൾ ഉടമ്പടിയോടുള്ള വിശ്വസ്തത, ദൈവത്തോടുള്ള പൂർണ്ണ ഹൃദയ സ്നേഹം, അവൻ്റെ കൽപ്പനകളോടുള്ള അനുസരണം, വിഗ്രഹാരാധനയിൽ നിന്നുള്ള വേർപാട് എന്നിവയെ ഊന്നി പറയുന്നു. അക്ഷരാർത്ഥത്തിൽ ഇവ പുരാതന ഇസ്രായേലിനോടാണ് സംസാരിച്ചതെങ്കിലും അതിലെ ആത്മീയ സത്യങ്ങൾ ഇന്നും ദൈവജനത്തോട് ശക്തമായി സംസാരിക്കുന്നു. ഈ അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയും ഉടമ്പടിയിലെ സ്നേഹവും ലോകത്തിൽ അവൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജനത്തെക്കുറിച്ചുള്ള അവൻ്റെ ആഗ്രഹവും വെളിപ്പെടുത്തുന്നു. മോശ പുതിയ തലമുറയിലെ ഇസ്രായേലിയരെ ഒരുമിച്ച് കൂട്ടി ഹോരേബ് പർവ്വതത്തിൽ ദൈവം ചെയ്ത ഉടമ്പടി അവരെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് 20 നൽകിയ 10 കൽപ്പനകൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. ഈ കൽപ്പനകൾ 2 പ്രധാന ബന്ധങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധം. അതിൽ വേറെ ദൈവങ്ങൾ ഉണ്ടാകരുതെന്നും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്നും ദൈവത്തിൻ്റെ നാമം വ്യർത്ഥമായി ഉപയോഗിക്കരുതെന്നും ശബത്ത് വിശുദ്ധമായി ആചരിക്കണമെന്നും പറയുന്നു. 2, ഈ കൽപ്പനകളിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കാണാവുന്ന കാര്യങ്ങൾ: മാതാപിതാക്കളെ ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യാജസാക്ഷ്യം പറയരുത്, മോഹിക്കരുത് എന്നിവ. ജനങ്ങൾ ദൈവസന്നിധിയിൽ ഭയത്തോടെ വിറച്ചതും മോശ മധ്യസ്ഥനാകണമെന്ന് അഭ്യർത്ഥിച്ചതും ഓർക്കുന്നു. അവരുടെ ഭയഭക്തിയെയും ദൈവം അംഗീകരിക്കുകയും അവർ എപ്പോഴും അവനെ ഭയപ്പെട്ട് കൽപ്പനകൾ അനുസരിക്കണമെന്ന തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ വിശുദ്ധ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. അവ വെറും നിയമങ്ങൾ മാത്രമല്ല, ദൈവം ആരാണെന്നതിൻ്റെ പ്രതിഫലനമാണ്. ദൈവജനത്തിന് ഈ ന്യായപ്രമാണം ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശു ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിറവേറ്റുകയും അതിൻ്റെ ആഴമേറിയ അർത്ഥം വെളിപ്പെടുത്തുകയും ചെയ്തു. ന്യായപ്രമാണം മനുഷ്യൻ്റെ പാപാവസ്ഥയും ദൈവകൃപയുടെ ആവശ്യകതയും കാണിച്ചു തരുന്നു. ന്യായപ്രമാണം രക്ഷിക്കുന്നില്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവരെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ സമൂഹം പലപ്പോഴും ഉത്തരവാദിത്വമില്ലാത്ത സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ആവർത്തനം 5 യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവാനുസരണത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നു. ഇന്ന് ദൈവജനം ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നും സമ്പത്ത്, വിജയം, പ്രശസ്തി, സ്വയകേന്ദ്രീകൃതത്വം തുടങ്ങിയ ആധുനിക വിഗ്രഹങ്ങളിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്നും കുടുംബ ബന്ധങ്ങളെ ആദരിക്കണമെന്നും സത്യസന്ധതയോടും നീതിയോടും ജീവിക്കണമെന്നും ദൈവത്തിൻ്റെ വിശുദ്ധി പ്രതിഫലിപ്പിക്കണമെന്നും പഠിപ്പിക്കുന്നു. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഫലമാണ് അനുസരണം. 6-ാമത്തെ അധ്യായം വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച ശേഷം ഇസ്രായേൽ ദൈവകൽപ്പനകൾ ശ്രദ്ധയോടെ അനുസരിക്കണമെന്ന് മോശ ഊന്നി പറയുന്നു. ഈ അധ്യായത്തിൻ്റെ കേന്ദ്രഭാഗമാണ് എബ്രായ ഭാഷയിൽ ഷെമ എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക എന്നുള്ളത്. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ യഹോവ ഏകനായ യഹോവയാകുന്നു. നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അവർക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് ദൈവവചനം ഓർക്കുക, മക്കളെ പഠിപ്പിക്കുക, നിരന്തരം അതിനെക്കുറിച്ച് സംസാരിക്കുക, ഹൃദയത്തിലും ജീവിതത്തിലും ദൈവവചനത്തിന് സ്ഥാനം നൽകുക, സമൃദ്ധി വന്നാലും ദൈവത്തെ മറക്കാതിരിക്കുക. ദൈവം പുറംകാഴ്ചയിലെ അനുസരണം മാത്രമല്ല ആഗ്രഹിക്കുന്നത്, പൂർണ്ണ ഹൃദയ സ്നേഹമാണ് അവൻ അന്വേഷിക്കുന്നത്. സ്നേഹമാണ് ഉടമ്പടി ബന്ധത്തിൻ്റെ അടിസ്ഥാനം. യഥാർത്ഥ അനുസരണം ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. യേശു ഈ കൽപ്പനയെ ഏറ്റവും വലിയ കൽപ്പനയായി പ്രഖ്യാപിച്ചു. കുടുംബങ്ങളിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രാധാന്യവും ഈ അധ്യായം പഠിപ്പിക്കുന്നു. വിശ്വാസം യാദൃച്ഛികമായി കൈമാറപ്പെടേണ്ടതല്ല, ഉദ്ദേശപൂർവ്വം പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ഇന്ന് വിശ്വാസത്തെ പലരും സഭാപ്രവർത്തനങ്ങളിൽ മാത്രം ഒതുക്കുന്നു. എന്നാൽ ആവർത്തന പുസ്തകം 6 ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും വിശ്വാസം സ്വാധീനിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ക്രിസ്തീയ മാതാപിതാക്കൾക്ക് മക്കളെ ദൈവവചനത്തിൽ വളർത്താനുള്ള വിശുദ്ധ ഉത്തരവാദിത്വമുണ്ട്. വിശ്വാസികൾ തിരുവഴുത്തിനെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കണം. വീട്ടിൽ സ്വാഭാവികമായി ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം. ദൈവാനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കണം. വിജയസമയങ്ങളിൽ ആത്മീയ അലസത ഒഴിവാക്കണം. ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതം മതാചാരങ്ങളിൽ നിന്നല്ല, ദൈവസ്നേഹത്തിൽ നിന്നാണ് വളരുന്നത്. 7-ാം അധ്യായം കനാനിൽ പ്രവേശിക്കുമ്പോൾ ചുറ്റുമുള്ള ജാതികളുടെ ആരാധനാ രീതികൾ സ്വീകരിക്കരുതെന്ന് ദൈവം ഇസ്രായേലിനോട് കൽപ്പിക്കുന്നു. വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം. ദൈവം അവരെ തിരഞ്ഞെടുത്തത് അവരുടെ എണ്ണക്കൂടുതലോ ശക്തിയോ കൊണ്ടല്ല, തൻ്റെ സ്നേഹവും ഉടമ്പടിയോടുള്ള വിശ്വസ്തതയും കൊണ്ടാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അനുഗ്രഹം, സംരക്ഷണം, ഫലസമൃദ്ധി, ശത്രുക്കൾക്കെതിരായ ജയം എന്നിവയാണ്.
ഈ അധ്യായം ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെയും കൃപയുടെയും സിദ്ധാന്തം വെളിപ്പെടുത്തുന്നു. ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ് അവരുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെയും പദ്ധതിയെയും അടിസ്ഥാനമാക്കിയായിരുന്നു. അതുപോലെ ദൈവജനങ്ങളും സ്വന്തം നേട്ടങ്ങൾ കൊണ്ടല്ല, കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. വിഗ്രഹങ്ങളെ നശിപ്പിക്കാനുള്ള കൽപ്പന ദൈവത്തോടുള്ള പരമവിശ്വസ്തതയെ, മത്സരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നീക്കിക്കളയേണ്ടതിൻ്റെ ആവശ്യകത പഠിപ്പിക്കുന്നു. ആത്മീയ വിട്ടുവീഴ്ച എപ്പോഴും ഉടമ്പടി വിശ്വസ്തതയെ ദുർബലമാക്കുന്നു. ഇന്ന് ദൈവജനങ്ങൾ പലവിധ മൂല്യങ്ങളും സ്വാധീനങ്ങളും നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകവുമായി ഇടപഴകേണ്ടിയിരുന്നാലും ദൈവസത്യത്തിന് വിരുദ്ധമായ മൂല്യങ്ങളോട് ഒത്തുചേരരുത്. ആധുനിക വിഗ്രഹങ്ങളെന്ന് പറയുന്നത് ഭൗതികവാദം, തൊഴിൽ വിജയത്തെക്കുറിച്ചുള്ള അമിതാസക്തി, വിനോദ ആസക്തി, വ്യക്തിപരമായ അഭിലാഷങ്ങൾ, സ്വയം ആരാധിക്കൽ. ദൈവം തൻ്റെ ജനത്തെ വേറിട്ടവരായിരിക്കുവാൻ വിളിക്കുന്നു, ഒറ്റപ്പെട്ടവരാകുവാൻ അല്ല. എൻ്റെ ദൈവാനുസരണം അവനോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ നിന്നാണോ വരുന്നത്, അതോ വെറും മതപരമായ കടമബോധത്തിൽ നിന്നോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭക്തിയെയും വിശ്വസ്തതയെയും മത്സരിക്കുന്ന ആധുനിക വിഗ്രഹങ്ങൾ എന്തെങ്കിലുമുണ്ടോ? ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.